ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു മട്ടൻ കറിയുമായിട്ടാണ്. തേങ്ങ വറുത്തരച്ച് നാടൻ രീതിയിലാണ് ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. 1 കിലോ മട്ടനാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2 സവാള ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത്, ഒരു 10-15 വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1 ചെറുനാരങ്ങ അതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇനി തേങ്ങ വറുക്കാനായിട്ട് 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 വറ്റൽമുളക്, 3 ഏലക്കായ, 3 കരയാമ്പു, 2 പട്ട, 1 ചെറുള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില, 1/4 ബൗൾ തേങ്ങ ചിരകിയത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വഴറ്റിയെടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 20 ചെറുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് വേപ്പില, 10 വറ്റൽമുളക് ചതച്ചെടുത്തത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മട്ടൻ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് നെയ്യും എല്ലൊക്കെ ഉള്ള കഷ്ണങ്ങൾ എടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചേരുവകൾ ഓരോന്നായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കിലോ മട്ടൻ, 2 സവാള ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ചതച്ച് വച്ചിരിക്കുന്ന 15 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് തിരുമ്മി കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കണ്ട. നന്നായിട്ട് തിരുമ്മി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 3 വിസിലടിക്കും വരെ നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. എന്നാൽ മാത്രം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ മട്ടൻ. ഇനി തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒഴികെയുള്ള മറ്റെല്ലാ ചേരുവകളും ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തതിന് ശേഷം മാത്രം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. മുക്കാൽ ബൗൾ തേങ്ങ അതിലേക്ക് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആദ്യം. ഇനി ഇതൊന്ന് പെട്ടെന്ന് ആയി കിട്ടാനും അടി പിടിച്ച് കരിയാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 4-5 മിനിറ്റ് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറും വരെ വറുത്തെടുക്കണം. കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വറുത്തെടുക്കണം. 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഫ്ലെയിം ലോ ആക്കി കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി റെഡിയായി കഴിയുമ്പോൾ മുളക് പൊടി 1 ടീസ്പൂണും അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് വറുത്തെടുക്കാം. ഇതിപ്പോൾ കരിഞ്ഞ് പോകാതിരിക്കാൻ ഈ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ കിടന്നതൊന്ന് വറുത്തെടുത്താൽ മതിയാവും. കൂടുതൽ ഫ്ലെയിം വേണ്ട. ഇതൊന്ന് മിക്സ് ചെയ്ത് വറുത്തെടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് വെള്ളം തീരെ ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കേണ്ട. ഒരു പൗഡർ രൂപമാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറുള്ളി ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്തിട്ട് അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് കരിവേപ്പില കൂടി ചേർക്കാം. ഇത് 3ഉം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ കളറൊക്കെ മാറും വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ വഴറ്റി കിട്ടുമ്പോഴേക്കും അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതിൽ നന്നായിട്ട് കറി ഇറങ്ങി വന്നിട്ടുണ്ട്. തക്കാളിയുടെയും സവാളയുടെയും മട്ടൻ്റെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കറിയുണ്ട്. ഇനി ഇതൊന്ന് കറി കുറുതായി കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കറിയൊക്കെ കുറുതായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഈ സമയത്ത് നോക്കാം.
എനിക്ക് കുറച്ച് കറിയാണ് വേണ്ടത്. നിങ്ങൾക്ക് കറി വേണ്ട ഡ്രൈയാണ് വേണ്ടതെങ്കിൽ കുറച്ച് സമയം കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങി ഡ്രൈ ആയി കിട്ടും. ഫ്രൈ ടൈപ്പ് പോലെ കിട്ടും. കുറച്ച് കരിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വട്ടം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കൂ. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു.